അമ്മ മാതാവിൻ്റെ ഈ അൾത്താരയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് എൻ്റെ അമ്മ മാതാവിനും ഈശോപ്പായ്ക്കും ഞാൻ നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. എൻ്റെ പേര് സന്ധ്യ. ഞാൻ വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ വടക്കഞ്ചേരിയിൽ നിന്നാണ്. ഞാൻ 2022 സെപ്റ്റംബർ 19 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ മോള് ദിയാര. അവൾക്ക് എപ്പോഴും ഫീവർ വരുമായിരുന്നു. ഫീവർ വരുമ്പോൾ 103, 104 നല്ല ഹൈ റേഞ്ചിൽ ഉയർന്നു പോകുമായിരുന്നു. രാത്രി 12 മണി 1 മണിയാകുമ്പോൾ എപ്പോഴും അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും മെഡിസിൻ കൊടുത്ത് പനി പോവും, വീണ്ടും വരും, അടുത്ത ആഴ്ച പിന്നെയും കൊണ്ടുപോകും. എന്നാൽ വേറെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവൾക്ക് കാര്യമായ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ എപ്പോഴും പനി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. അമ്മ മാതാവിൻ്റെ കാശുരൂപം കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. മോൾക്ക് തൈലം ഞാൻ പുരട്ടി കൊടുത്തു. അങ്ങനെ അവൾക്ക് കുറേ നാളായി 2022 ശേഷം അവൾ കഴിഞ്ഞ മാസം മുൻപ് വരെ അവൾ അഡ്മിറ്റ് ആയിട്ടില്ല. പനിയായിട്ട് ഇതുപോലെ സീരിയസ് ആയിട്ട് അഡ്മിറ്റ് ആയിട്ടില്ല. അടുത്തത് ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോവിഡ് ടൈമിൽ. പക്ഷേ എനിക്ക് കോവിഡ് ടൈം ആയതുകൊണ്ട് ബിസിനസ് ഫെയിൽഡായി. തന്മൂലം ഒരു 3 lakhsോളമുള്ള മെഷീൻസ് എനിക്ക് പെൻഡിങ് വന്നു, വിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ നിയോഗത്തിൽ എനിക്ക് എൻ്റെ മെഷീൻസ് വിറ്റ് തരണമെന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയും അമ്മ മാതാവിൻ്റെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ മെഷീൻസിൽ സമർപ്പിക്കുകയും ചെയ്തു. തന്മൂലം എൻ്റെ മെഷീൻസ് എല്ലാം വിറ്റുപോയി. അതുകൂടാതെ ഞാൻ ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ടൈമായിരുന്നു. ഞാനൊരു ഹിന്ദു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ ബെഡ്റൂമിലായിരുന്നു എൻ്റെ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ മാതാവിൻ്റെ ഫോട്ടോ ഞാൻ എൻ്റെ റൂമിലായിരുന്നു വെച്ചത്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കൊരു ജോലി വേണം. ഞാൻ ആലത്തൂർ ക്രസൻറ്റ് ഹോസ്പിറ്റലായിരുന്നു ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കല്യാണത്തിന് മുമ്പ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. കല്യാണത്തിന് ശേഷം ഞാൻ റിസൈൻ ചെയ്തു. അവിടെ അഡ്മിനിസ്ട്രേഷനിലായിരുന്നു ജോലി. പിന്നീട് 7 വർഷം കഴിഞ്ഞു. എനിക്ക് സാമ്പത്തികപരമായി ബുദ്ധിമുട്ടായി, ഏജ് ഓവറായി, ഒരു ജോലി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അമ്മേ മാതാവേ എനിക്ക് ജോലി വേണം. ആ കോളേജിൽ തന്നെ എനിക്ക് ജോലി വേണമെന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ 15 years ആയിട്ട് അവിടെ ഒരു കുട്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവിടെ ഉടനെ ഒന്നും വേക്കൻസി ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു മൊബൈൽ നോക്കുന്നത്. ഞാൻ ഇൻഡീഡ് സെർച്ച് ചെയ്തു, അവിടെ വേക്കൻസി കണ്ടു, ഞാൻ അപ്ലൈ ചെയ്തു. ഇതെല്ലാം ഓൺ ദ സ്പോട്ടിലാണ് നടക്കുന്നത്. ഞാൻ വന്ന് അമ്മയോട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, അമ്മേ എനിക്കൊരു ജോലി വേണം. അമ്മ അത് അവിടെ തന്നെ എനിക്ക് വാങ്ങിച്ചു തരുമോ? വേറൊരു ജോലി ചെയ്യാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. താഴ്ന്ന ജോലികൾ ചെയ്യാൻ, എന്ത് ജോലിയും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് അനുഭവ പരിചയമുള്ളൊരു ജോലി ചെയ്യണമെന്നൊരാഗ്രഹമായിരുന്നു. അപ്പോൾ തന്നെ വേക്കൻസി കണ്ടു, ഞാൻ അപ്ലൈ ചെയ്തു. അവരെന്നെ വിളിച്ചു. ഞാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ കുറേ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു 6,000 or 7,000 കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ജോലി കയറാൻ ഞാൻ തയ്യാറാണെന്ന്. ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിപ്പോൾ സാമ്പത്തികപരമായി നല്ല ബുദ്ധിമുട്ടുള്ള സമയമാണ്. അമ്മ മാതാവ് എനിക്ക് ജോലി വാങ്ങിച്ചു തരണമേന്ന്. എൻ്റെ കാശുരൂപം, അമ്മ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ എല്ലാമാണ്, എൻ്റെ അസറ്റാണ്, എൻ്റെ ജീവിതത്തിലെ എല്ലാമാണ്. ഞാൻ ആ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പിറ്റേ ദിവസം അവരെന്നെ വിളിച്ചു. അതിനു മുമ്പ് ഞാൻ അറിഞ്ഞു ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന പല ആൾക്കാരും സന്ധ്യയ്ക്ക് കിട്ടുമോ, സന്ധ്യയെ എടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഹോസ്പിറ്റലിൽ ആരും റിസൈൻ ചെയ്തു പോയ ആരെയും വീണ്ടും പിന്നീട് ജോയിൻ ചെയ്യിക്കാറില്ലായിരുന്നു. അത് കഴിഞ്ഞ് വേറൊരു കുട്ടിയായിരുന്നു അവർ ആദ്യം സെലക്ട് ചെയ്തത്. ആ കുട്ടി കോളേജിൽ പോയി നോക്കി, ആ കുട്ടി പോയി എന്നാണ് പറഞ്ഞത്, ജോയിൻ ചെയ്തില്ല. പിറ്റേ ദിവസം അവരെന്നെ വിളിച്ചു. കാശുരൂപം ഞാൻ കയ്യിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവരെന്നെ സെലക്ട് ചെയ്തു. ഒന്നാമത്തെ പോയിൻ്റ്, എനിക്ക് ഏജ് ഓവറാണ്. എനിക്കിപ്പോൾ ജോലി കിട്ടാൻ ചാൻസ് വളരെ കുറവായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ മാതാവ്, ഞാൻ ആഗ്രഹിച്ച ജോലി, ആഗ്രഹിച്ച സാലറിയിൽ തന്നെ എനിക്ക് മാതാവ് അവിടെ വാങ്ങിച്ചു തന്നു. കൂടാതെ 1 മാസം കഴിഞ്ഞപ്പോൾ സാലറി കൂട്ടിത്തരികയും എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ അമ്മ മാതാവ് എനിക്കവിടെ വാങ്ങിച്ചു തരികയും ചെയ്തു. കൂടാതെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി BSc നേഴ്സിംഗ് കോളേജാണ്. യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ഒരുപാട് വർക്കുകളുണ്ട്. ഇതൊന്നും ആരും എനിക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തന്നിട്ടില്ലായിരുന്നു. ഒരു എക്സാമുമായി റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലം വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഞാൻ ഫ്രീസ് ചെയ്തു പോയി. പെട്ടെന്ന് അവർ പ്രിൻസിപ്പൽ എന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ പുറത്തോട്ട് പോയി, അമ്മേ മാതാവേ എനിക്ക് എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. മനസ്സിൽ ഓൺ ദ സ്പോട്ടിലാണ് അതിനുള്ള ആൻസർ വരുന്നത്. യൂണിവേഴ്സിറ്റിക്ക് ഞാൻ വിളിച്ചു. അവർ ഫോൺ എടുത്തു, അൺഫ്രീസ് ചെയ്തു. ഓൺ ദ സ്പോട്ടിൽ വേഗം പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തു. അതുപോലെ അമ്മ മാതാവ് പെട്ടെന്നാണ് എൻ്റെ കൂടെ നിന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. കൂടാതെ മോൾക്ക് ഇടയ്ക്ക് ജലദോഷം, ചെറിയ പനിയൊക്കെ വരുള്ളായിരുന്നു. അങ്ങനെ ഇരിക്കുക മോൾ സ്റ്റെയർ കേസിൽ നിന്ന് ഒരു ദിവസം 6 വയസ്സുള്ള സമയത്ത് ഉരുണ്ട് താഴെ വന്ന് വീണ് പുറത്ത് വന്ന് അവൾ വോമിറ്റ് ചെയ്തു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചെറിയ കുട്ടിയല്ലേ, എന്തെങ്കിലും ഇൻറ്റേർണൽ ഇഞ്ചുറി ഉണ്ടാവുമോ എന്നറിയില്ല, നിങ്ങൾ തൃശ്ശൂർക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പോകുന്ന സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ അൾത്താരയിൽ ഞാൻ കൈകൾ ഉയർത്തി ഞാൻ മാതാവിന് ഞാൻ നന്ദി പറഞ്ഞോളാം, എൻ്റെ കുഞ്ഞിന് ഒരു പോറലും ഏൽക്കല്ലേ എന്ന്. അവിടെ പോയി എക്സ്റേ എടുത്തു. മോൾക്ക് ഒരു പോറൽ പോലും ഇല്ലായിരുന്നു.
ജസ്റ്റ് ഒരു മൂവിൻ്റെ ഓയിൽമെൻറ്റ് മാത്രമേ തന്നുള്ളൂ. അമ്മ മാതാവിന് ഞാൻ നന്ദി പറയണു. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മാതാവിനോട് അമ്മയെ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് എപ്പോഴും പറയുമായിരുന്നു 2022 മുതൽ. പിന്നീട് ഒക്ടോബർ 2024 എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് മഞ്ഞപ്പിത്തം ബാധിച്ചു. ആൾ വളരെ ടയേർഡായി. ഡോക്ടർ പറഞ്ഞു ഇത് ഭയങ്കര സീനാവുമല്ലോ എന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, മാതാവിൻ്റെ കാശ് രൂപം കയ്യിലെടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. അമ്മേ മാതാവേ, എൻ്റെ മനസ്സിൽ ഇതാണ് തോന്നിയത്, 3 ദിവസത്തിനുള്ളിൽ അസുഖം ഭേദമാക്കി തരണമേ, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന്. 3 ദിവസത്തിനുള്ളിൽ അസുഖം ഭേദമാക്കി തന്നു. അമ്മയുടെ തൈലം പുരട്ടുകയും എപ്പോഴും എൻ്റെ കൂടെ ഈ ഇവിടെ നിന്ന് തന്നിരിക്കുന്ന പുസ്തകവും അതുപോലെ തൈലവും കാശ് രൂപം എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലും ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും. പ്രാർത്ഥിച്ചു, അസുഖം ഭേദമായി. ഞാൻ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ഞാൻ അമ്മ മാതാവിനോട് ക്ഷമ പറയണു. എപ്പോഴും ഓരോ സിറ്റുവേഷൻ, ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം അമ്മയെന്ന്. പക്ഷേ താമസിച്ചതിന് ഞാൻ അമ്മ മാതാവിനോട്, ഈശോയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒക്ടോബർ മാസം 8-ാം തീയതി മോൾക്ക് പെട്ടെന്ന് ഒരു പനി വന്നു. നല്ല ഫീവറായിരുന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ 2022 ശേഷം ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മാസമാണ് അവൾ ആദ്യമായിട്ട് ഇതുപോലെ അഡ്മിറ്റ് ആയത്. നോക്കുമ്പോൾ ഡെങ്കി ഫീവറായിരുന്നു. 2 ദിവസം കുഴപ്പമില്ലായിരുന്നു. പഴയതുപോലെ 103 ഒക്കെ ഫീവർ വന്നു. 3-ാമത്തെ ദിവസമായി കുട്ടിക്ക് പെട്ടെന്ന് സ്റ്റൊമക്ക് പെയിനും വോമിറ്റിങ്ങും വന്നു. കുട്ടി ആകെ തളർന്നു. ഡോക്ടർ അപ്പോൾ പറഞ്ഞു, ഇവിടെ വടക്കഞ്ചേരിയിലായിരുന്നു, ഞങ്ങൾ ഡിവൈൻ ഹോസ്പിറ്റലായിരുന്നു അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ അമ്മ മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട്. ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഒരു പക്ഷേ ലിവറിൽ എവിടെയെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാം, ഡെങ്കി ഫീവറാണ്, നിങ്ങൾ താഴത്തോട്ട് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ജൂബിലി മിഷനിൽ വന്നു. വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ കാശ് രൂപ എടുത്ത് കൊടുത്തിട്ട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, ഇത്രയും നാളും ഞാൻ പറഞ്ഞതുപോലെയല്ല, ഞാൻ ഉറപ്പായിട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം. അമ്മയുടെ അൾത്താരയിൽ വന്ന് എൻ്റെ കുഞ്ഞിനൊരു പോറൽ പോലും ഏൽക്കല്ലേ അമ്മേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 11 മണിക്ക് 2-3 സ്പൂണ് പൊടിയരിക്കഞ്ഞ് മാത്രമേ എൻ്റെ മോൾ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. രാവിലെ ഛർദ്ദിക്കെല്ലാം ചെയ്തു. 12-1 മണിയായി. തൃശ്ശൂർ വന്നു, സ്കാൻ ചെയ്തു. അവൾക്ക് യാതൊരു പ്രോബ്ലം ഇല്ലയെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് അമല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. കുട്ടിയുടെ കൗണ്ട് നന്നായി കുറയുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. 5 മണിക്കാണ് അമല ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ കുട്ടിയെ കൊണ്ടുവന്നത്. അവിടെ വന്നതിന് ശേഷം എൻ്റെ കുഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം കാശുരൂപം എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം കയ്യിൽ തന്നെയുണ്ട് കാശുരൂപം. അവൾക്ക് പനിയോ വയറുവേദനയോ ഛർദിയോ യാതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. കൗണ്ടിൻ്റെ പ്രോബ്ലം മാത്രം 2-3 ദിവസത്തിനും കൊണ്ട് ശരിയായി. എൻ്റെ അമ്മ മാതാവിന് ഈശോപ്പായ്ക്ക് ഞാൻ നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായി ഞാൻ ഇവിടെ നിന്ന് തരുന്ന കൃപാസനം പേപ്പർ പ്രധാനമായിട്ടും ഓൺകോളജി സെക്ഷനിൽ പേഷ്യൻസിന് വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ ഇവിടെ നിന്ന് തരുന്ന തൈലം, എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും എൻ്റെ ഏറ്റവും വലിയ എൻ്റെ അസറ്റ് എന്ന് പറയുന്നത് എൻ്റെ അമ്മ മാതാവാണ്. എൻ്റെ കാശ് രൂപം ഉണ്ടെങ്കിൽ എനിക്കൊന്നും പേടിക്കാനില്ല. എൻ്റെ സ്വന്തമായിട്ടുള്ളത് നീ മാത്രമാണെന്ന് എൻ്റെ അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. എല്ലാത്തിനും ഞാൻ അമ്മ മാതാവിന് ഈശോപ്പായ്ക്കും 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. എനിക്കധികം പ്രാർത്ഥന അറിയില്ല. എനിക്ക് വിശ്വാസ പ്രമാണവും സ്വസ്ഥനായ പിതാവേയും നന്മ നിറഞ്ഞ മറിയും മാത്രമേ അറിയുള്ളൂ. അത് ഞാൻ സദാ ചൊല്ലി എല്ലാ കാര്യത്തിനും ഞാൻ സമർപ്പിക്കും. അതുപോലെ തന്നെ പാവങ്ങളെ സഹായിക്കാൻ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ കാണുന്ന പാവങ്ങളെ എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുത്തവരെ സഹായിക്കും. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഫുഡില്ലാതെ ഉള്ള പാവങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയും എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം ഞങ്ങൾ നൽകുകയും ചെയ്തു. ഒരിക്കൽ കൂടി എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. ഈ സാക്ഷ്യം പറയാൻ ഇവിടെ വരാൻ സാധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. അമ്മേ മാതാവേ, ഇനിയും വലിയൊരു സാക്ഷ്യം പറയാനായിട്ട് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മത്തായി 7:7-8 തിരുവചനങ്ങൾ. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവന് കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. സന്ധ്യ എന്ന ഈ സഹോദരി തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിൽ 4 തവണ പുതുക്കി 3 വർഷത്തോളം അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ തൻ്റെ ജീവിതം നയിക്കുന്നത് എങ്ങനെയെന്ന് നമ്മോട് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. പാലക്കാട് നിന്ന് ഇത്ര ദൂരമെത്തി അമ്മയുടെ തിരുനടയിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ജീവിതം കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളിലും ആദ്യത്തെ ശരണവും അവസാനത്തെ ആശ്രയവും അമ്മ മാത്രമെന്ന തികഞ്ഞ ബോധ്യത്തോടുകൂടി മകൾ ജീവിതത്തെ സമർപ്പിക്കുന്നതും ഓരോ അവസരത്തിലും അമ്മ മാതാവിലൂടെ ലഭിച്ച അത്ഭുതകരമായ ഇടപെടലുകളും രോഗസൗഖ്യങ്ങളും കുടുംബ സമാധാനവും ജീവിത വരുമാന വർധനവും മകൾ ഈ എൽത്താരയിൽ പങ്കുവെക്കുകയായിരുന്നു. മകൾ പറഞ്ഞു, കോവിഡ് കാലത്ത് ബിസിനസ് തകർന്നു പോയി, അതുവഴി കുറേ കാര്യങ്ങൾ സെയിൽ ചെയ്യുവാനായിട്ട് കിടപ്പുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ മാതാവ് ആ മെറ്റീരിയൽസ് മുഴുവനും സെയിൽ ചെയ്ത് പോകുവാനുള്ള
വഴി തുറന്നു തന്നു. അങ്ങനെ കുടുംബത്തെ സംരക്ഷിച്ചു വന്ന ഒരു ജോലിക്ക് വേണ്ടി ഏറെ ആഗ്രഹിച്ചു. ജോബറാണ്. ഒത്തിരി പേർ ഏത് ശമ്പളത്തിനും കുറഞ്ഞ ശമ്പളത്തിനും ജോലി ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. തനിക്ക് താൻ മുൻപ് ജോലി ചെയ്തിരുന്ന ഇടത്ത് മകൾ അവിടെ അപേക്ഷിക്കുകയും ആദ്യം തിരസ്കരിക്കപ്പെട്ടുവെങ്കിലും രണ്ടാമത് മകളെ അവിടെ ആ ജോലിക്ക് വേണ്ടി അവർ വിളിച്ച് അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ ശരണപ്പെട്ട് പൂർണ്ണമായും ആ നിയോഗം സമർപ്പിക്കുമ്പോൾ അവർ വിളിച്ച് മകൾക്ക് ജോലി കൊടുക്കുന്നു. അവിടെയുള്ള പ്രതിസന്ധിയിലും മകൾക്ക് പരിഹാരം നൽകി സഹായിക്കുന്നുവെന്ന് നമ്മൾ മകളുടെ വാക്കുകളിൽ കേട്ട ഒരു പദം ഓൺ ദ സ്പോട്ട് എന്നാണ്. പെട്ടെന്ന് തന്നെ എല്ലാം ഉടനടി പരിഹാരമാണ് മകൾ പറയുന്നത്. അമ്മയുടെ കരകളിലേക്ക് ഒരു വിഷയം കൊടുത്താൽ ജോലിയാവട്ടെ, ജോലിക്ക് വന്ന പ്രതിസന്ധിയാവട്ടെ, കുഞ്ഞിൻ്റെ രോഗമാവട്ടെ, കുടുംബത്തിലുള്ള മറ്റ് ജീവിത പങ്കാളിയുടെ വിഷയമാവട്ടെ, ഏതു കാര്യവും അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് സഹോദരി പറയും ഓൺ ദ സ്പോട്ടിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അമ്മ മാതാവ് അതിന് പരിഹാരവും അല്ലെങ്കിൽ പരിഹരിക്കുവാനുള്ള വഴികളും തുറന്നു തന്നുവെന്ന്. ഉടമ്പടി ജീവിതത്തിൽ എപ്പോഴും നമ്മളിത് കാണാറുണ്ട്. ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരമെന്ന് തന്നെയാണ് കൃപാസനം പത്രത്തിലൂടെ നമ്മൾ നിരന്തരം നമ്മൾ വായിക്കുന്നത്. കാരണം സമയത്തിന്മേൽ അധികാരമുള്ള അമ്മയുടെ കരങ്ങളിലാണ് നമ്മൾ ജീവിതത്തിൻ്റെ കഷ്ടനഷ്ടങ്ങളെയും ദുരിതക്ലേശങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് സമയത്തിന്മേൽ അധികാരമുള്ള അമ്മ സമയ ചുരുക്കത്തിൽ നമ്മുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുക്കുകയും ഏത് ഭാരപ്പെട്ട വിഷയവും ലഘൂകരിച്ചുകൊണ്ട് കൂടുതൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടുന്ന അനുഗ്രഹം നൽകി പരിപാലിക്കുന്നുവെന്ന് അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. സഹോദരിക്ക് ലഭിച്ച ജോലിയാവട്ടെ, ജീവിത പങ്കാളിക്കും മകൾക്ക് ലഭിച്ച സൗഖ്യങ്ങളാവട്ടെ, ഓരോന്നും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് കാരണമാകുന്നുവെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിൽ വിശ്വാസത്തോടെ കൊടുത്ത് ചോദിക്കാം. തീഷ്ണമായി ആഗ്രഹിച്ചുകൊണ്ട് അമ്മയെ തേടാം. അമ്മയുടെ ഹൃദയത്തിൽ മുട്ടുമ്പോഴൊക്കെയും അമ്മ നമുക്ക് വേണ്ടി ഹൃദയ കവാടം തുറന്നു തന്ന് ജീവിത ഭാരങ്ങൾ ഏറ്റെടുത്ത് കൂടുതൽ സുരക്ഷിതമായ സന്തോഷമുള്ള ഐശ്വര്യമുള്ള ജീവിതത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യം ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച ഈ ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.